വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെറുപയർ കറിയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഓട്സ് പുട്ടിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ? അപ്പൊ ഓട്സ് പുട്ടും ചെറുപയർ കറിയും നല്ല കിടു കോമ്പിനേഷൻ ആണ്. അപ്പൊ നിങ്ങളും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ചെറുപയർ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അപ്പം കുതിർത്തതിന് ശേഷമാണ് ഇത് 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങനെ കുതിർത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിട്ടാണ് വേവിക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സോക്ക് ചെയ്ത് വെച്ചത്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, കുറച്ച് കറിവേപ്പില, 1/2 കപ്പ് തേങ്ങ, ഒരു ചെറിയ വെളുത്തുള്ളി, പിന്നെ എരിവിനനുസരിച്ചിട്ട് പച്ചമുളക്. നമ്മൾ ഇതിലേക്ക് മുളക് പൊടി ചേർക്കുന്നില്ല, അത് കാരണം എരിവിനനുസരിച്ചിട്ട് പച്ചമുളക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വേണം. കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ കടുക് വേണം. 1 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, പിന്നെ 3 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് കറിയാക്കുന്നത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളി, പിന്നെ അതിലേക്ക് പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും കൂടി ചേർക്കുന്നുണ്ട്. ഇനി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഞാൻ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചെറുപയർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന കൂട്ടുണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ ഈ മിക്സിയുടെ ക്യാനിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ട് മുഴുവനും ആ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇനി ഫ്ലെയിം നല്ല സിം ആക്കി വെച്ചിട്ട് 2 വിസില് കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഞാനിപ്പോ 2 വിസില് കേൾക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ തന്നെ സോക്ക് ചെയ്ത ചെറുപയർ ആയതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4 മുതൽ 6 വിസിൽ വരെ കേൾക്കേണ്ടി വരും. അപ്പൊ ഞാൻ ഫ്ലെയിം നല്ല സിം ആക്കിയിട്ടുണ്ട്. 2 വിസില് കേൾക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. ഇപ്പൊ 2 വിസിലും വന്നു. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി നല്ലതുപോലെ പ്രഷർ, അതിന്റെ നാച്ചുറൽ ആയിട്ട് തന്നെ പ്രഷർ പോട്ടെ. അതിനുശേഷം നമുക്ക് തുറക്കാം. ഇപ്പൊ അതിന്റെ പ്രഷറൊക്കെ നാച്ചുറലി പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു നോക്കാം. നമ്മൾ സോക്ക് ചെയ്ത പയറായത് കാരണം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഉപ്പ് കുറവാണ്, ഒരല്പം കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാൻ ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല, ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ ഇത്? അപ്പൊ ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. അപ്പൊ അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ തിക്നെസ്. അപ്പൊ ഇത്രയും തിക്നെസ് വേണ്ട, കുറച്ച് ലൂസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഞാൻ അരച്ചപ്പോൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എടുക്കുന്ന ക്യാൻ, മിക്സിയുടെ ക്യാൻ ചെറുതാണെങ്കിൽ ഒരല്പം മാത്രം വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി അരച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പൊ ഞാൻ വലിയ ക്യാനാണ് എടുത്തത്, അതുകൊണ്ടാണ് ഞാൻ ആ മിക്സിയുടെ ക്യാനിലേക്ക് തന്നെ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത്. അപ്പൊ ഞാൻ ഇതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാൻ പോവാണ്. അതിനുശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പൊ കടുക് പൊട്ടിക്കാൻ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം.
അപ്പൊ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1/2 സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും അതുപോലെ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചെറുപയർ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ദൈവം ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചെറുപയർ കറി ഉണ്ടാക്കി എടുത്തില്ലേ. അപ്പൊ നിങ്ങളും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ കറിയുടെ തിക്നെസ് നിങ്ങളുടെ വീട്ടിലുള്ള മെമ്പേഴ്സിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്